എല്ലാവർക്കും നമസ്കാരം. മുംബൈ അച്ചായൻസ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് സ്വസ്ഥം സുഖം സുന്ദരം എന്ന് പറയാവുന്ന ഒരിടത്തെയാണ്. പാലായുടെ പച്ച പുതച്ച കുളിരുള്ള ഗ്രാമത്തിൽ സർവോപരി പാലാക്കാരനായ ഒരു അച്ചായൻ്റെ അതെന്താണെന്ന് പറയുന്നില്ല. ശരിയാ, കാണാൻ പോകുന്ന പോലെ എന്തിനും പറഞ്ഞറിയിക്കണം അല്ലേ? വാ, കാണിച്ചു തരാം. ഇറയം റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ. പരമ്പരാഗത രീതിയിൽ പഴമയുടെ പ്രൗഢഗംഭീരമായ ഒരു സവിധം. പഴമയും പുതുമയും ഒത്തുചേർന്ന് കണ്ണിനാനന്ദവും മനസ്സിന് കുളിർമയും നൽകുന്ന നവ്യാനുഭൂതിയുടെ ഈറ്റില്ലം ഇറയം റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ. നമ്മളിത് റിസോർട്ടായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്തല്ല, വീട് റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പം പലരുടെ അഭിപ്രായം കൊണ്ട് നമ്മളെന്ന ഒരു ഹോം സ്റ്റേ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പം കഴിഞ്ഞ 24 ജാനുവരിയിലാണ് ഇത് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂം AC ഉണ്ട്, അത് 2 കിങ്ങും 2 ക്യൂബും അറ്റാച്ച്ഡ് ഇതാണ്. അതുകൂടാതെ കിച്ചണുണ്ട്, യൂട്ടിലിറ്റി ഉണ്ട്, വർക്ക് ഏരിയ. പിന്നെ കോമൺ സ്പേസ് ഒത്തിരി ഉണ്ട്, 2 സിറ്റ് ഔട്ട് പുറത്ത് ഇതെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഫങ്ഷൻസ് ഒത്തിരി നടക്കുന്നുണ്ട്. ഒരു 300-350 ആൾക്കാരുടെ ഫങ്ഷൻസ് മിക്കവാറും തന്നെ ഉണ്ട്. എല്ലാ മാസവും 1-2 ഫങ്ഷൻസ് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് കൂടുതൽ വരുന്നത് കല്യാണം സംബന്ധമായിട്ട് മലബാർ ഏരിയയിൽ നിന്നൊക്കെ ഈ ഭാഗത്ത് കല്യാണത്തിന് വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള ഇതാണ് നമുക്ക് ഒത്തിരി സൗകര്യമുള്ളത്. അപ്പോൾ അവർ വന്ന് ഇവിടുന്ന് കല്യാണം ഇറങ്ങുന്ന ഒരു കാലത്തിനിടയ്ക്ക് ഒരു 8-10 പെൺകുട്ടികൾ ഇവിടുന്ന് കല്യാണത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഇതിലാണ് കൂടുതൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗെറ്റ് ടുഗദറുകൾ വരുന്നുണ്ട്, പല റിട്ടയേർഡ് പ്രൊഫസർമാർ, ബാങ്ക് ഓഫീസേഴ്സ്, അങ്ങനെയുള്ള ഇതെല്ലാം വരുന്നുണ്ട്. കൂടുതലായിട്ട് ഇതൊരു 150 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു വീടായിരുന്നു. അന്നത്തെ കാലത്തെ കൺസ്ട്രക്ഷൻ ഇതിലൊക്കെ ആയിരുന്നു. നമ്മൾ കുറച്ച് ഓൾട്ടർ ചെയ്ത് ഒന്ന് മോഡേണൈസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ ഇതിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വറ എന്ന് പറയുന്ന ഇതാണത്. പഴയ എല്ലാ വീടുകൾക്കും ഉള്ളതാണ്. നമ്മളുടെ ഈ പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളും അതും പിന്നെ ഈ തേങ്ങ അങ്ങനത്തെ സാധനമെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമായിരുന്നു. അതിന് ശരിക്കും ഇത്രയും വലിയ വാതിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ പിറ്റ് കണ്ടില്ല, നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ ചെറിയ പിറ്റിൻ്റെ അവിടുന്ന് ചെറിയൊരു ഒരു 4 അടി പോലും കാണില്ല, സ്ക്വയർ ഒരു ചെറിയ ഇതാണ്. അപ്പം നമ്മൾ ആ പിറ്റിൽ ഇറങ്ങിയിട്ട് അതിലെ ഞൂഴ്ന്ന് വേണം അതിനകത്തോട്ട് ഇറങ്ങാൻ.
പണ്ട് ഈ കള്ളന്മാരുടെ ശല്യം ഉണ്ടായിരുന്നപ്പം പെട്ടെന്ന് ഇതിനകത്ത് കയറി സാധനം എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് കാരണവന്മാർ പറഞ്ഞുള്ള അറിവ്. അപ്പം അത് കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറാൻ സൗകര്യത്തിന് വലിയ വാതിൽ വെച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് പഴയ എല്ലാ വീടുകൾക്കും ഉണ്ട്. അത് പുറത്തോട്ടാണ് അതിൻ്റെ ഓപ്പണിങ്. കാരണം ഈ തേങ്ങ അങ്ങനെയുള്ള സാധനം കൊണ്ടേ വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അതിനകത്തോട്ട് കയറാൻ അങ്ങനെ ചെറിയൊരു ഇത് ഉണ്ടാക്കിയത്. കാരണം കള്ളന്മാർക്ക് വന്നാൽ പെട്ടെന്ന് ആക്സസ് ഉള്ളൊരു സ്ഥലമായതുകൊണ്ട്. പിന്നെ ടൈല് ചെയ്ത് എക്സ്ട്രാ. അത് പഴയ കാലത്ത് മണ്ണായിരുന്നു. പിന്നെ സിമെന്റ് ഇറങ്ങിയ കാലത്ത് അവർ സിമെന്റ് ചെയ്തു. അപ്പം ഞാനതിന് മേളിൽ ചെയ്ത് ടൈൽ ഒട്ടിച്ചെന്നുള്ളത്. അതിൻ്റെ നേരെ മേളിലാണ് ഈ അറയെന്ന് പറയുന്ന അറയും ഈ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഈ റൂമും വന്നിരിക്കുന്ന അതിൻ്റെ നേരെ. ഇത് നമ്മൾ പണ്ട് നെല്ലൊക്കെ ഇട്ടുകൊണ്ടിരുന്ന മുറിയാണ് ഈ. കാരണം ഈ തരിയലാകുമ്പം ഈർപ്പം വരാത്തതുകൊണ്ട് നെല്ല് ഒരു സൂക്ഷിച്ചിരുന്ന മുറിയാനൊക്കെ ഈ നമ്മൾ പാത്രമൊക്കെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മളുടെ പഴയ കാലത്ത് അന്ന് അലുമിനിയം അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അന്ന് ഉണ്ടായിരുന്നത് ഈ പിത്തള അല്ലെങ്കിൽ ചെമ്പ് അങ്ങനത്തെ സാധനങ്ങൾ, മെറ്റീരിയൽസ്. പിന്നെ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളായിരുന്നു. അതൊക്കെ വലിയ കല്യാണ സദ്യ അങ്ങനെയൊക്കെ വരുമ്പം അരി വേവിക്കാനായിട്ട് ചോറിന് വേണ്ടിയുള്ള ഇതാണ്. വാർപ്പെന്നാണ് അതിന് പറയുക. അതെല്ലാം പിത്തള, ഓടെന്ന് പറഞ്ഞ മെറ്റീരിയൽ, ബ്രോൺസ് ആണ്. അത് പണ്ട് നെല്ലുമൊക്കെ നമുക്ക് നെല്ല് കൃഷിയൊക്കെ ഉള്ളപ്പം നെല്ല് പുഴുങ്ങി ഉണങ്ങാനും കപ്പ വാട്ടാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ച കപ്പച്ചമ്പാണ്. പിന്നെ അതിന് അടുക്ക് പാത്രം എന്ന് പറയും. നമ്മൾ ടിഫിനാണ്. നമ്മൾ പറമ്പിലല്ല, നമ്മൾ പുറത്ത് ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ടിഫിൻ കൊണ്ടുപോകുന്ന പാത്രമായിരുന്നു അത്. രണ്ടെണ്ണം പറയുന്നുണ്ട്. ഇത് പറയണ്ട. അതിൻ്റെ ചെങ്ങാഴി നാഴി എന്നൊക്കെ പറയുന്ന ഇതാണ് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതൊരു നമ്മൾ ശരിക്കും കമ്മോടാണ് പഴയ ആ ബ്രാസിൻ്റെ അത്. പിന്നെ അതൊരു സ്റ്റൗവാണ്, മണ്ണെണ്ണ സ്റ്റൗ പമ്പ് ചെയ്യുന്ന പഴയ കാലത്ത്. ഇത് പഴയ ഉപ്പുമാങ്ങ പറഞ്ഞി. പിന്നെ ഉരുളി ഈ അപ്പച്ചമ്പ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ടിഫിൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നെ ആ കുടം, ചെമ്പ് കുടം, അതെല്ലാം അന്ന് ഉപയോഗിച്ചിട്ടുള്ള. പിന്നെ മുറം കൊട്ടയൊക്കെ ഫാദറുണ്ടായിരുന്നു. അറയെന്ന് പറഞ്ഞാൽ പ്രഷ്യസ് കുരുമുളകാണ് കൂടുതൽ ഇപ്പോൾ താഴ്ത്തിരിക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആ തട്ടുമുറിയിലാണ്. പിന്നെ വിലപിടിപ്പുള്ള എല്ലാ സാധനവും ഇതിനകത്തായിരുന്നു. അത് വെച്ച് ഇത് കൂട്ടി അത് ആ കാരണവന്മാർ ആരാണോ അന്നത്തെ പവർ ചാർജ് എന്ന് വെച്ചാൽ അവരുടെ കയ്യിലായിരിക്കും ലാപ്ടോപ്പ്. അതും തുറക്കാവുന്ന ഇതെല്ലാം ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഇത് വലിച്ചിട്ട് പറയുകയെടുക്കുക. മേളിൽ നിന്ന് തുറക്കും സൈഡിൽ നിന്ന്. അതിനകത്ത് സാധനങ്ങൾ അതായത് കുരുമുളകായിരുന്നു. മിക്കവാറും രണ്ടെണ്ണത്തിനകത്ത് കുരുമുളക് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. പിന്നെ കൂടുതൽ വർഷങ്ങൾ സ്റ്റോർ ചെയ്യേണ്ട സാധനമായിരുന്നു. ഇതെല്ലാം വോളെല്ലാം വുഡായിരുന്നു, പണ്ടേ വുഡായിരുന്നു. കുറച്ച് വുഡൻ വാളുകൾ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തിട്ടാണ് ഈ റൂമൊക്കെ വലുതാക്കിയത്. പക്ഷെ ഇതെല്ലാം ഒറിജിനൽ വുഡ് തന്നെയാണ്. അത് അതേപടി നിലനിർത്തിയതാണ്. അതും മച്ചും എല്ലാം അങ്ങനെ തന്നെ. ചുണ്ണാമ്പ് തൂതാന്നാണ് പറയുന്നത്. ചുണ്ണാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കില്ലേ, പാൻ, അപ്പോൾ അതിൽ ചേർക്കുന്ന ഇതാണ് ലൈമിൻ്റെ ഒരു ചുണ്ണാമ്പ് തൂതാന്ന് പറയുന്നത്. ഇതിനകത്തിട്ടിട്ട് ഇതിന് അറ്റത്തൊരു ഇതുണ്ടായിരുന്നു നമുക്ക് കോരിയെടുക്കാൻ. അത് ഒഴിഞ്ഞു പോകും. ഇത് കിണ്ടി എന്ന് പറയും. ഇത് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഉമ്മറത്ത് വരുമ്പോൾ വെക്കും. കാല് കഴുകാനോ കൈ കഴുകാനോ മുഖം കഴുകാനോ ഒക്കെ ആയിട്ട് വെള്ളം നിരത്ത് കയറി വരുന്ന ഇവിടെ വയ്ക്കുന്ന ഒരു പാത്രമാണ്. ആ സെയിം കിണ്ടി അത് ഇപ്പോഴും ഉണ്ട്. ഇത് പിന്നെ ഒരു വിളക്കാണ്. ഇതിങ്ങനെ ഒരു കുത്തുന്നൊരു വടി പോലൊരു സാധനം ഉണ്ടായിരുന്നു, കുത്തുവിളക്കെന്ന് പറയുന്നത്. അതിങ്ങനെ ഒത്തേ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ തിരി കഴിഞ്ഞിട്ട് തിരി കത്തിച്ച്. ഇത് മുറുക്കാഞ്ചല്ല പഴയ കാലത്ത്. ഇതിനകത്ത് വെറ്റ, അടയ്ക്ക, പിന്നെ ഈ പറഞ്ഞ ചുണ്ണാമ്പ് ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന കർണന്മാർ ചരയിലിരുന്ന് ഇതിനകത്തെടുത്തായിരുന്നു മുറുക്കിക്കേണ്ടത്. ഇത് തൂക്കുവിളക്കെന്ന് പറയും. ഇത് നമ്മൾ കയറി വരുന്ന വാതൊക്കെ തൂക്കിയിടുന്ന വിളക്കായിരുന്നു. സന്ധ്യയാകുമ്പോൾ ഇത് കൊളുത്തിയിടും. പിന്നെ ഇത് പുട്ടുകുറ്റി. ഇത് ഉപയോഗിച്ചിട്ടുള്ള കേട്ടോ, ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇത് നമ്മുടെ കോളാമ്പി, പഴയ കാലത്തെ കർണന്മാർ മുറുക്കി തൂക്കുന്ന സാധനം. ഇതും ഒരു വിളക്കായിരുന്നു. ഇതിന് കുറേ ഇതുകൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയത്. ഇതിങ്ങനെ തീ കെടുത്താനുള്ള സാധനം. പിന്നെ ഇത് തിരി കത്തി തീരുമ്പം കുത്തി പൊക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. കാറ്റ് വരുമ്പം കെടാതിരിക്കാൻ വേണ്ടി വെക്കുന്നൊരു ഇതുണ്ട്. ഇത് യാത്ര പോകുമ്പം ചുണ്ണാമ്പ്
മടിയിൽ മുറുക്കാൻ പൊതി ചുണ്ണാമ്പ് കൊണ്ടുപോകുന്ന സാധനമായിരുന്നു. പഴയ പാത്രങ്ങളും. ഇത് വിളക്കല്ലായിരിക്കും. ഇത് വിളക്കാം. തിരിയിടുന്ന തിരിയിട്ട് നമുക്കിത് ഇവിടെ മറ്റേ ഗ്ലാസ് ചിമ്മിനി വരുന്ന ഇത് വേറെ ടൈപ്പ് തിരിയിടുന്ന. ഇങ്ങനെ തിരിയിട്ട് അതിന് മറ്റേ ഇത് എല്ലാം മണ്ണെണ്ണ വിളക്കാം. ഇതും ഒരു വിളക്കാം. ഇതൊക്കെ പഴയ കാലത്തെ ഗ്ലാസ്സുകളാണ്. വന്ന് കണ്ടിട്ട് അവർക്ക് ആദ്യം ഭയങ്കര അത്ഭുതം. പിന്നെ നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തപ്പോഴത്തേനെ അവർ ഭയങ്കരമായിട്ട് ഒരു ഇതായിരുന്നു അവർക്ക് ഓരോന്നിൻ്റെ ഇത് പറഞ്ഞപ്പോൾ. അന്നത്തെ കാലത്തെ ഓരോ രീതികളും ഇതൊക്കെ പറഞ്ഞ വിറ്റടിയിലിടും. ഇത് ഇങ്ങനെ വള്ളി ചുറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. ഒരാളിവിടെ പിടിച്ചോണ്ടിരിക്കും, ഒരാൾ വലിക്കും. ഇത് ഇതിൻ്റെ ഓരോ ബാൻഡാണ്. FM ഇല്ല, AM-ഉം ഷോർട്ട് വേവ് SW എന്ന് പറഞ്ഞ 2 ബാൻഡുകളുണ്ട്. സാധനവും കടകോലെന്ന് പറയുന്ന സാധനം ഇങ്ങനെ വെച്ച് അടിയിൽ പാത്രത്തിൽ തൈര് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചേർത്തിട്ട് വലിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ മിക്സിയിൽ ചെയ്യുന്ന അതേ സെയിം ഇത് തന്നെ. ഇതും അങ്ങനെ ഒരു സാധനമാണ്. നമ്മൾ കഞ്ഞിയൊക്കെ വാർക്കാൻ വേണ്ടി അടച്ചു വെച്ചിട്ട് അടച്ചൂറ്റി എന്ന് പറയും. ഇത് പഴയ കാലത്തെ കമ്മോഡാണ്. ഇതിങ്ങനെ ഒരു സ്റ്റൂളിൻ്റെ അടിയിൽ സ്റ്റൂളിൽ ഹോളിട്ടിട്ട് അതിൻ്റെ അടിയിലായിരുന്നു വെച്ചോണ്ടിരുന്നത്. അതിങ്ങനെ 3 പീസായിട്ടായിരുന്നു. അടിയിലത്തെ സ്റ്റാൻഡ് അങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി കളഞ്ഞ് തിരിച്ചു. നമ്മളിത് ഇതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചെക്ക്-ഇൻ ടൈം 12 മണിയാണ്. ചെക്ക്-ഔട്ട് ടൈം ദിവസം 11 AM. നമുക്ക് അക്കോമഡേഷൻ അപ് ടു 12 ആൾക്കാർ വരെയാണ് ഇവിടെ. പിന്നെ അഡീഷണൽ വരുന്നുണ്ട്. എന്നാലും നമ്മളതൊരു 3-4 പേർ കൂടെ ഒക്കെ അഡീഷണൽ സൗകര്യം കൊടുക്കാം. അതുകൊണ്ട് അഡീഷണൽ എക്സ്പെൻസും ആവും. അതിന് നമ്മൾ പെർ ഹെഡിന് 500 രൂപ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് റിനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് സർവോപരി പാലാക്കാരൻ എന്ന് പറഞ്ഞ് അനൂപ് മേനോൻ അഭിനയിച്ച ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ വെച്ച് നടന്നത്. അനൂപ് മേനോൻ്റെ തറവാട് വീടായിട്ട് കാണിക്കുന്ന ഇതായിരുന്നു. ഒരു 4-5 ദിവസത്തെ ഷൂട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് അനൂപ് മേനോൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇത് കൊടുക്കുന്നതൊക്കെ ചോദിച്ചു പോയതാണ്. നമ്മൾ കൊടുത്തില്ലാന്ന് പറഞ്ഞാൽ ഈയിടെ അനൂപ് മേനോൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇരാറ്റുപേട്ട. അപ്പോൾ ഇതിങ്ങനെ ആക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പുള്ളിക്ക് ഇവിടെ വന്നാലോ എന്നൊരു പ്ലാനുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു ബുക്കിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് വരാമെന്ന് പറയാം. ഓസ്ട്രേലിയെന്നൊരു ഗ്രൂപ്പ് നമുക്കൊരു 25 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നും എനിക്കറിയില്ല, ഏഷ്യൻ ഏതോ രാജ്യമാണ്, അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നിട്ട് 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ വീണ്ടും ഓസ്ട്രേലിയൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും വേണ്ട കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.